ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നേരെ ദിയമോളെയും കൂട്ടിയിട്ട് ഓഫീസിലേക്കാട്ടോ പോയിട്ടുള്ളത്. ഇന്ന് സാറ്റർഡേ ആണ്. അവൾക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഇന്ന് ദേശഭൂഷണി കമ്മ്യൂണിറ്റി ഹാളിൽ അവളെ പ്രോഗ്രാം ആട്ടോ. അപ്പം ഞാൻ ഇന്ന് സാരി എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഇന്ന് വർക്കിംഗ് ഡേ ഒന്നല്ല കേട്ടോ, പക്ഷേ ഞാൻ അവളെ പ്രോഗ്രാം ആയതുകൊണ്ട് സാരി എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ അവളെ ഞാനൊരു 11 മണിയായപ്പോഴേ അവളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേശഭൂഷണി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോകട്ടോ. ഫുഡൊക്കെ മേടിച്ച് കൊടുത്ത് നേരെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഞങ്ങൾ പോവുക. അപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിൽ അവിടെ വേറെ കുട്ടികളെ പാരൻസൊക്കെ ഉണ്ട്. ഇന്ന് ലീവ് എടുത്ത കുറേ പാരൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ട് നേരെ പോവുക ചെയ്യുന്നുണ്ട്. കാരണം അവൾക്ക് മേക്കപ്പ് ചെയ്യാനായിരുന്നു. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ആൾക്കാരില്ലോണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കണ്ട, പാരൻസ് ചെയ്ത് കൊടുക്കണ്ട. അതുകൊണ്ട് ആൾക്കാരില്ലോണ്ട് ഞാൻ പിന്നെ പഞ്ച് ഔട്ട് ചെയ്തിട്ട് വരാമെന്ന് വെച്ചിട്ട് അവളവിടെ കൊണ്ടുവിട്ടിട്ട് പോയി. അപ്പോൾ ഇതാ ഞാൻ തിരിച്ച് പഞ്ച് ഔട്ടൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അവരെ മേക്കപ്പ് ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെയറൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് മേക്കപ്പൊക്കെ ഇട്ട് ഫസ്റ്റ് സ്റ്റേജ് മേക്കപ്പൊക്കെ ഇട്ട് പിന്നെ ഞങ്ങളാകെ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, ദെൻ ചിലങ്ക, വള, അതൊക്കെ ചെയ്യേണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവർ മാല, ഇയറിങ്സ് ഒക്കെ അവരിട്ട് നെറ്റി അതൊക്കെ അവർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരൊക്കെ ഡ്രസ്സ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ടച്ചപ്പ് ആട്ടോ, ലിപ്സ്റ്റിക്കും അതുപോലെ ലാസ്റ്റ് ടച്ചപ്പും കഴിഞ്ഞ് പിന്നെ ചിലങ്ക കെട്ടി കൊടുക്കലായിരുന്നു കേട്ടോ. ചിലങ്ക റെൻറ്റിനെടുത്ത ചിലങ്ക കേട്ടോ, സ്വന്തമായിട്ടുള്ളതല്ല. അപ്പം ഇതുപോലെ ചിലങ്കയൊക്കെ കെട്ടിക്കൊടുത്ത ശേഷം പിന്നെ ടീച്ചറെ അനുഗ്രഹം മേടിക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലങ്ക കെട്ടിയാലും ഒരു അമ്മയും മോളും തമ്മിലൊരു കശപിശിയായിരുന്നു. അതായത് ചിലങ്ക നല്ല ലൂസാന്ന് പറഞ്ഞിട്ട് ദിയമൊക്കെ ഭയങ്കര പ്രശ്നം. ഞാൻ പറഞ്ഞ ലൂസൊന്നുമില്ല, കുഴപ്പമില്ല, കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ അനുഗ്രഹം മേടിച്ച് ഫസ്റ്റ് കയറിയത് ഇവിടുത്തെ ദേശഭൂഷണി കമ്മ്യൂണിറ്റി ഹാളിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വളയനാട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് 2 സ്റ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ പാടന്നെ വളയനാട് കയറി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പിന്നെ ഒരു ലാഭം ഉണ്ടായിരുന്നത് മേക്കപ്പാണ്. ഒരു മേക്കപ്പ് തന്നെ 2 സ്റ്റേജ് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാനും അതുപോലെ തന്നെ വേറൊരു കുട്ടീൻ്റെ അമ്മയും സ്റ്റിച്ച് ചെയ്ത കേട്ടോ. പകുതി ഞാനും പകുതി അവളാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരെ വളയനാടും എത്തി. വളയനാടും കളിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ ദേശഭൂഷണിയിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ അഴിച്ച് വെച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.